നാണം കെടാനാ നടരാജമാമ വീണ്ടും വേഷം കെട്ടി ഇറങ്ങുന്നു. ശബരി നിരഞ്ജനയെ വിവാഹം കഴിക്കുന്നതിനെ സുധി എതിർക്കുന്നു. നിരഞ്ജനയും സുധിയും ഷോപ്പിംഗ് മാളിൽ വച്ച് വീണ്ടും കാണുന്നു. കുടുംബത്തിന്റെ ഭാവിയെ കരുതി ചെവള രാഘവനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ശ്യാമള അർച്ചനയോട് പറയുന്നു. പ്രമീളയുടെ വീട്ടിലെത്തുന്ന രേവതിയോട് പ്രണയം നടിക്കുന്ന സജി. തനിക്കൊരു ജോലി കിട്ടുന്നതോടെ കുടുംബം രക്ഷപ്പെടുമെന്ന അർച്ചനയുടെ വാക്കുകൾ അംഗീകരിക്കാൻ ശ്യാമള തയ്യാറാവുന്നില്ല. രാത്രി മഴ തുടരുന്നു. എന്തുണ്ട് വിശേഷം? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓരോരുത്തന്മാര് ചൊറിയാൻ വന്നോളും. ആ പറടാ ഷിബുവേ, വന്ന് തുരന്നിട്ട് പോട്ടടാ. മാസാവസാനം ഇത് പതിവാണെന്ന് എനിക്കറിയാവുന്നല്ലേ. നീ ഫോൺ വെക്കടാ. ഓട്ടോ ഷിബുവാടാ, എക്സൈസുകാർ ഇറങ്ങിയിട്ടുണ്ടെന്നു. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ആ നമുക്ക് നോക്കാടാ. ആ ചേച്ചി, ഇത് ആരാ വെറുതെ നോക്കി? അത് നമ്മുടെ ചെവളരാഘവനല്ലേ? നീ എന്താ രാഘവ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പൊന്നൂരൊരു വണ്ടി നോക്കാൻ വന്നാടി. എന്നാ പിന്നെ നിന്നെ ഒന്ന് കണ്ടേച്ച് പോയേക്കാന്ന് വെച്ചു. അത് നന്നായി. നീ വാ ഇരിക്കെ. ഒന്നും ഇരിപ്പില്ലടി പിടിപ്പിക്കാൻ. ഒരു രക്ഷയില്ല രാഘവ, എക്സൈസുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഓ പിന്നെ പിന്നെ രായപ്പൻ ചേട്ടൻ നിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. വിളിച്ചായിരുന്നോ? ഇല്ല. അയാളെ വിശ്വസിക്കാവടി. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അയാള് വാക്ക് മാറില്ല. പിന്നെ ഞാനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. മൂത്തതിനെ കിട്ടിയില്ലെങ്കിൽ രാഘവൻ മറ്റേ 2 മക്കളെയും കൊണ്ട് പോകുമെന്ന്. നിനക്കെന്താടി അയാൾ സംശയമുണ്ടോ? ആ പെണ്ണ് അയാളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയാ ഞാനിങ്ങ് പോരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എടീ, ആ പെണ്ണിനെ മുന്നിൽ കണ്ട് ചില ഏർപ്പാടുകളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അവിടെ ഹൈദരാബാദിലേക്ക് കടത്താനായി എൻ്റെ പദ്ധതി. ഒരു തെലുങ്കനുമായിട്ടൊന്ന് മുട്ടി വെച്ചിട്ടുണ്ട്. നീ ഒന്നും മനസ്സിൽ കാണാതെ ഇറങ്ങത്തില്ലെന്ന് എനിക്കറിയില്ലേ. കല്യാണമെന്ന് പറഞ്ഞ് ആ രായപ്പൻ മെനക്കെടുത്തുന്നല്ലേ? അല്ലെങ്കിൽ എന്നേ ഞാൻ കൊണ്ടുപോയി കാശ് മേടിച്ചേനെ. കാശൊക്കെ വാങ്ങുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാവണം. കൂടെ നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടില്ലടി. ദേ ഇങ്ങോട്ട് നോക്കി, നിനക്കേ ഞാൻ 1 ലക്ഷം രൂപ തരും. എന്നെ വെറുതെ പറഞ്ഞ് മോഹിപ്പിക്കല്ലേ രാഘവ. രായപ്പൻ ചേട്ടനൊരു സെക്കൻഡ് ഹാൻഡ് ലോറി വാങ്ങാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ എന്നോട് പറയല്ലേ. അയാൾക്കും കൊടുക്കൂ 1 ലക്ഷം. ദേ അത് നിന്റെ മനസ്സിലിരുന്നാ മതി. ഇപ്പം അയാളോട് പറയണ്ട. നിന്നെ ഞാൻ പറ്റിക്കില്ലടി. നിന്നെ പറ്റിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ എന്ത് നേടാനാ? അവളെ എൻ്റെ കയ്യിൽ കിട്ടിയ രൂപ 1 ലക്ഷം നിന്റെ കയ്യിലോട്ടങ്ങ് വെച്ച് തരും. എനിക്ക് നിന്നെ വിശ്വാസം രാഘവ. പക്ഷെ അവളുടെ ഫോട്ടോ കാണിച്ചാലേ തുക ഉറപ്പിക്കാൻ പറ്റൂ. കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ഒന്നും കൊള്ളത്തില്ലടി. കണ്ടാ തെലുങ്കൻ ഞെട്ടണം. അതിന് ഫോട്ടോ എവിടെ? ഒരു ഫോട്ടോ കൊണ്ടുവരാൻ ഞാൻ രായപ്പച്ചനോട് വിളിച്ച് പറയാം. അയാൾ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവരും. നമുക്കത് പോരാ. പല പോസുകളിൽ നിർത്തി കുറച്ച് ഫോട്ടോകൾ എടുക്കണം. എടി പറയുന്ന മനസ്സിലായില്ലേ? നിന്റെ ഫോൺ അവിടെ? ഇത് തന്നെ. ഇത് മതി. നീ ആംബ്രോസിനെ വിളിച്ച് രായപ്പൻ്റെ വീട് വരെ ഒന്ന് പോകണം. മൊബൈലിൽ അവളുടെ കൊള്ളാവുന്ന കുറേ ഫോട്ടോകളെടുത്ത് എൻ്റെ ഫോണിലേക്ക് അയക്കണം. അയച്ചിരാനൊക്കെ ആംബ്രോസിനറിയാം. അക്കാര്യം ഞാൻ ഏറ്റു. പിന്നെ പെണ്ണിൻ്റെ പടം കണ്ട കൊതിക്കണം. കൊതിപ്പിച്ച് വേണം കാശ് വാങ്ങാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. 2 പേരെ ടൗണിൽ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ രാഘവൻ ചെല്ല, ഫോട്ടോ എടുത്ത് അയച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. ഈ ഒരു കൊച്ചു മിടിക്കുക. എടാ, അവനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. എന്താടാ താമസിച്ചത്? ഇത് വാങ്ങിച്ചോണ്ടുള്ള കാത്തിരിപ്പാ സഹിക്കാൻ പറ്റാത്തത്. അവള് കേറി വന്നടാ, ആ രേവതി. നിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നോ? അമ്മ പിന്നെ വന്നത്. ഓ, എന്നിട്ട് നീ മുട്ടിയോടാ? കുറച്ച് നമ്പറൊക്കെ ഇറക്കി നോക്കി. പിടിക്കേ. പക്ഷെ അവൾ പഠിച്ച കളിയാന്ന് കുറച്ചുകൂടെ ബോധ്യായി. ഇനി മറ്റേ റൂട്ട് പിടിച്ചേ പറ്റൂ. നമുക്കടിക്കാം.
Cheers. Cheers. ആ. നീ വളച്ച വളയാത്ത ഏത് പെണ്ണാടാ ഉള്ളത്? അതിന് കാലിലല്ലേ നീ? ആ നമ്പർ തന്നെ ഇറക്കടാ. എന്താടാ നിന്റെ പ്ലാൻ? മനസ്സിലിരിപ്പ് പറ. വളയ്ക്കാനോ അതോ കെട്ടാനോ? ആ, കെട്ടാനോ അവള് തിരക്കേടില്ലടാ. എനിക്കെന്താടാ കോമ്പസേ, വട്ടുണ്ടോ? ഒരു ലോറിക്കാരന്റെ മോളെ നീ എനിക്ക് കണ്ടുള്ളോ? ഹ്, അങ്ങനെയെങ്കിൽ സജി ഇതിനൊക്കെ 5 എണ്ണത്തിനെ കെട്ടിയാണ്. കാര്യമൊക്കെ ശരി തന്നെ, ഒടുക്കം തലയിലിരിക്കരുത്. ആ മോഹന്റെ മോള് കരഞ്ഞോണ്ട് എന്റെ പിന്നാലെ നടന്നിട്ട് എന്തായി? ഒടുക്ക ഒരു റോസ്മല വിട്ടില്ലേ? ഇപ്പൊ അവളെ ഒരുത്തൻ കെട്ടാൻ പോകുന്നു കേൾക്കുന്നു. പാവം. എടാ, ആ രേവതി അച്ഛൻ ലോറിക്കാരനാ. ആളിത്തിരി പെശക. നീ ഇത് എപ്പോഴും എന്നോട് പറയണ്ട. ഹ്, അത് കേട്ടി സജി വരണ്ടു പോകത്തുമില്ല. അയാൾ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പഴമാണെങ്കിലേ അത് തിന്നിട്ട് തന്നെ ബാക്കി കാര്യം. സജി ഒന്ന് മനസ്സ് വെച്ചാ അത് നടത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അറിയില്ലടാ. പിന്നെ 1-2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് താമസം മാറും. അതേതാണ്ട് ഉറപ്പായി. അതൊന്ന് ആഘോഷിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഇനി വെച്ച് താമസിപ്പിക്കാനൊന്നും നേരമില്ല. അവള് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ. കാത്തു നിന്ന് കാണുന്നുണ്ട് ഞാൻ. അവന് പ്രേമം തോന്നി തുടങ്ങി. സജി എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ രേവതിയെ കാത്തു നിന്നതാ. എന്നെ സജിയുടെ വീട്ടിൽ വെച്ച് കണ്ടതല്ലേ? അവിടെ വെച്ച് കണ്ടപ്പോഴാ വീണ്ടും ഒന്ന് കാണണമെന്ന് തോന്നിയത്. സജി പറ, ഞാൻ കേക്കാം. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സീരിയസ് ആയ കാര്യമാ. അപ്പോ ഞാനും സീരിയസ് ആവാം. എന്റെ കല്യാണക്കാരിയൊക്കെ രേവതിക്ക് അറിയാലോ. അത് പ്രമീള ചേച്ചിയും സജിയും പറഞ്ഞതല്ലേ? അച്ഛൻ വന്നാലുടൻ ഈ മോന്റെ കല്യാണം അല്ലേ? ഞാനെന്തും തുറന്നു പറയുന്ന കൂട്ടത്തിലാ. കേൾക്കുന്നവരെങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ നോക്കാറില്ല. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയും. മടിക്കാതെ പറഞ്ഞു ഐ ലവ് യു എന്ന്. എനിക്കിനി ഒരു പെണ്ണ് അന്വേഷിച്ച് നടക്കാനൊന്നും വയ്യ. അയ്യോ, പിന്നെങ്ങനെ കല്യാണം നടക്കും? പെണ്ണിനെ ഞാൻ കണ്ടെത്തി. എന്റെ മുന്നിൽ തന്നെ ആളുണ്ട്. ഇനി അറിയേണ്ടത് അവളുടെ മനസ്സാ. സജി എന്തൊക്കെയായി പറയുന്നേ? എന്നെ കളിയാക്കുവാണോ? വേണ്ട സജി. അല്ല രേവതി, ഞാൻ സീരിയസ് ആയി തന്നെ പറഞ്ഞതാ. ഞാൻ എന്ത് മറുപടി പറയണം സജിയോട്? രേവതി അല്ലത് തീരുമാനിക്കേണ്ടത്. എന്റെ ജീവിതത്തിലേക്കാ ഞാൻ രേവതിയെ ക്ഷണിക്കുന്നത്. രേവതിക്ക് സമ്മതമാണെങ്കിൽ അച്ഛൻ വന്നാലുടൻ നമ്മുടെ കല്യാണം നടക്കും. അത് നടന്ന പോലെ തന്നെ. രേവതിക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെങ്കിൽ മടിക്കാതെ പറഞ്ഞോ. പിന്നെ ഇതും പറഞ്ഞ് ഞാൻ രേവതിയുടെ പിന്നാലെ വരില്ല. സജി ശരിക്കും ആലോചിച്ചിട്ടാണോ പറയുന്നത്? സജിയുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കൂ? ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയായി പറഞ്ഞത്. എന്റെ ഇഷ്ടത്തിന് അച്ഛനും അമ്മയും ഒരു എതിർപ്പും പറയില്ല. അമ്മയ്ക്കും രേവതിയെ വലിയ ഇഷ്ടമല്ലേ? അതുകൊണ്ട് കല്യാണത്തിന് സമ്മതിക്കണമെന്നുണ്ടോ? അത് രേവതി എനിക്ക് വിടും. എന്നെ ഇഷ്ടമാണോന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ ഇത്ര ആലോചിക്കുന്നത്? എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനം പറയാനൊന്നും പറ്റത്തില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ദിനേശ, നീയല്ല ആമ്പിള്ളേരായി നാട്ടിലുള്ളതെന്ന് ഞാൻ തെളിയിച്ചു തരും. ഏറൊക്കെ നോക്കിയാടാ. ആ രാജപ്പൻ ചേട്ടനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ താമസം മാറിയടാ. ഓ അത് ശരി. നീ ഇപ്പോഴാ മൊബൈൽ കടയിൽ തന്നെയാണോ? വേറെ എന്ത് പണിക്ക് പോകാനാ ചേട്ടാ? ആ കടയിൽ തന്നെ ഇപ്പോഴും. എന്താടാ നിന്റെ പേര്? ഞാനത് മറന്നു. ദിനേശൻ. ഞാൻ ചേട്ടനെ കണ്ടപ്പോഴൊരു കാര്യം ഓർത്തെ. രേവതിയെ തയ്യക്കട കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒരു വീടും പറമ്പ് ഒത്തു വന്നടാ. എത്ര കാലമെന്ന് വെച്ചാ വാടക വീട്ടി കിടക്കുന്നേ. ആഹാ, അത് നല്ല കാര്യം തന്നെ ചേട്ടാ. അല്ല, താമസം ഇപ്പം എവിടെയാ? ഞങ്ങൾ ഇവിടെ ഒക്കെ വിട്ടടാ. ഇപ്പൊ തമിഴ്നാട്ടിലാ. ഓ, രാജപ്പൻ ചേട്ടന് ഏത് നാടാ പരിചയമില്ലാത്ത? പിന്നെ മക്കൾക്കൊക്കെ സുഖമാണോ? ഒരുത്തിയുടെ കല്യാണം കഴിഞ്ഞു. അതിന്റെ ക്ഷീണത്തിലാ. ആരുടെ? രേവതിയുടെയോ? അവക്ക് മൂത്തത് ഓർമ്മ ഉണ്ടടാ, അർച്ചന. ഓ, അതെനിക്കറിയില്ലായിരുന്നു. പയ്യൻ മലയാളിയാണോ?
നീ എന്താടാ അങ്ങനെ ചോദിച്ചത്? തമിഴിന് കൊടുക്കാനൊന്നും എനിക്ക് മക്കളില്ല. അല്ല, തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോയതാ. അവർ നസർ മലയാളി തന്നെ, ആ. കോയമ്പത്തൂരുകാരനാണ്. എന്നെ പോലെ ലോറി പണിയാ. അവർക്ക് കിട്ടിയ നല്ല ബന്ധമാണ്. അവന് സ്വന്തമായിട്ട് ലോറിയുണ്ട്. ആ. ഞങ്ങൾ ഇവിടുന്ന് പോയ പിന്നെ രക്ഷപ്പെട്ടത്. വീടും ഭൂമിയായി ഒരു പെണ്ണിനെ മാന്യമായിട്ട് ഇറക്കി വിട്ടു. അതെന്തായാലും നന്നായി ചേട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായോ? ഇല്ലടാ, അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വണ്ടി കയറിയത്. വലിയ ആർഭാടമൊന്നുമില്ലായിരുന്നു. പയ്യന്റെ കൂട്ടര് 100 പേര് വന്നു. എനിക്ക് ക്ഷണിക്കാൻ മാത്രം ആരാ ഉള്ളത്? പിന്നെ കുറച്ച് കൂട്ടുകാര്. അവിടെ ഒരു കോവിൽ വെച്ചായിരുന്നു താലികെട്ട്. ഒന്നിനെ ഇറക്കിയ ആശ്വാസത്തിലാണ് ഞാൻ. ഇനി താഴെ 2 പിള്ളേർ കൂടി ഉണ്ടല്ലോ. പക്ഷേ പോകുന്ന വിവരം രേവതി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അവളോടെ സുഖവിവരം അന്വേഷിച്ചായിട്ടൊന്ന് പറഞ്ഞേക്കണേ. പറയാടാ. അവളുടെ കല്യാണമെങ്കിലും ചേട്ടൻ ഞങ്ങളോടൊന്ന് പറയണേ. ഒരു വണ്ടി വിളിച്ചെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കും. അറിയിക്കാടാ. ആദ്യത്തേത് കുറച്ച് തിടുക്കത്തിലായി പോയി. അതിന്റെ ക്ഷീണം രണ്ടാമത്തെ കല്യാണത്തിൽ തീർക്കണം. അറിഞ്ഞവരൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ ചെല്ല്. ശരി. അല്ല, ഏതാ ഈ പയ്യൻ? രേവതി ജോലിക്ക് പോയ തയ്യക്കടയിൽ അടുത്ത അവന്റെ ഷോപ്പ്. അവിടുന്ന് ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പയ്യനാ. തമിഴ്നാട്ടിലാണെന്ന് ചേട്ടൻ എന്തിനാ അവനോട് കള്ളം പറഞ്ഞത്? ഈ നാട്ടിലുള്ളവരൊക്കെ അങ്ങനെ അറിഞ്ഞാൽ മതി. ഞാൻ എവിടെയാ താമസിക്കുന്ന നീ ആയിട്ട് ആരോടും വിളമ്പാൻ നിൽക്കണ്ട. ഞാൻ പറയില്ല. എന്റെ വായിന്നങ്ങനെ അത് വീണ ചേട്ടൻ ഈ വണ്ടി എന്നെ നെഞ്ചത്തോട് കയറ്റില്ല. നീ കേറ്. മോളെ, നിന്റെ ഈ പൈസ വില ഇരിപ്പുണ്ടോ? അതെന്തിനാ അമ്മ അറിയുന്നേ? വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാ. കടമായിട്ട് തന്നാ മതി. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഓ, ഉണ്ടേലും നീ തരികയല്ല. അതറിയാലോ, പിന്നെന്തിനാ അമ്മ ചോദിച്ചേ? ആരാ ഈ നേരത്ത്? ചായപ്പൊടിയും പഞ്ചാരയും തീരുന്ന നേരം നോക്കി ആരെങ്കിലും വന്നോളും. ചെന്ന് നോക്ക്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഇവിടെ ആരുമില്ലേ? ഇതാരാ? കാർത്തിയാനി ചേച്ചിയോ? ആ, ശ്യാമളേച്ചി സുഖല്ലേ? ഓ, സുഖം തന്നെ. നിങ്ങൾ ആരും എന്റെ വീട്ടിലോ കടയിലോ വരില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ ഇങ്ങോട്ട് വരാന്ന് കരുതി. പിന്നെ എവിടെ എന്റെ നാത്തൂന്? അവളകത്തുണ്ട്. അർച്ചനെ, നിന്നെ കാണാൻ ഒരാള് വന്നേക്കുന്നു. എന്താ കാർത്തിയാനി, വിശേഷം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ചൊരു വിശേഷവും ഇല്ല. മോളെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അന്ന് കണ്ടനെക്കാട്ട് ക്ഷീണിച്ചു പോയല്ലോ. ഇവളെന്താ ശ്യാമളേച്ചി ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? അവൾക്കൊരു മാറ്റവും ഇല്ല. കാർത്തിയാനി ചേച്ചിക്ക് തോന്നുന്നതാ. അല്ല, ക്ഷീണിച്ചിട്ടുണ്ട്. അത് വേണ്ട, എനിക്കറിയില്ലേ. കല്യാണമാകുമ്പോ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറണം. മരുമോളെ ഒന്ന് കാണാൻ കൊതിച്ച് രാഘവന്റെ അമ്മ എനിക്ക് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. മോടെ ഒരു ഫോട്ടോ വാങ്ങി അയച്ചു കൊടുക്കാൻ. പിന്നെ അമ്മായി അമ്മ മരുമോളെ കാണാൻ ആഗ്രഹിക്കില്ലേ? അമ്മാവന്റെ വാക്കുകൂടി കേട്ടിട്ടാ അമ്മ കൂടുതൽ ഇളകിയത്. നീ ഒരു ഫോട്ടോ എടുത്തു കൊടുക്ക. ഫോട്ടോ ഫോണിലൂടെ അയച്ചു കൊടുക്കാനാ പറഞ്ഞത്. എന്തോ ഒരു കുന്ത്രാണ്ടം ഉണ്ടല്ലോ. വാട്സാപ്പ്. ആ, അത് തന്നെ. മോളിങ്ങി വന്നേ, നമുക്ക് 2-3 ഫോട്ടോ എടുക്കാം. ഇപ്പൊ തന്നെ അങ്ങ് അയച്ചു കൊടുക്കാലോ. അങ്ങോട്ട് ചെല്ലടി. നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ കാണാനല്ലേ. എന്റെ ഒരു ഫോട്ടോ തരാം. അതെങ്ങനെയാ വാട്സാപ്പ് ചെയ്യുന്നേ? ചെല്ലു മോളെ, വേറെ ആർക്കും കാണാനല്ലല്ലോ. വാ അർച്ചനെ, കടയടച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാ മോളെ, ചെല്ലടി. വാ. ഇറങ്ങി വാ. ആംബ്രോസേ, വാ. ദേ, നീ ഇവളുടെ 1-2 നല്ല ഫോട്ടോകൾ എടുത്തേ. എടാ, ആദ്യം പെണ്ണിന്റെ നാത്തൂന്റെ ഫോട്ടോ എടുത്തു. ആ, ഇനി ഒരു കാര്യം ചെയ്, അർച്ചനയുടെ ഫോട്ടോ എടുത്തു. ഒന്ന് ചിരിച്ചോണ്ട് നില്ലടി. നിന്റെ മട്ടും ഭാവവും കണ്ടാ തോന്നുമല്ലോ നിന്നേരെ കൊല്ലാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്ന്. ഒന്ന് ചിരിക്കും മോളെ, ചിരിച്ചേ.
ആ അങ്ങനെ തന്നെ. മതി. എടാ കൊള്ളാവുന്ന ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയോടാ? നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. അതെന്ത് പോക്കാ? ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. ആ അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. കടയിൽ ഒരുപാട് തിരക്കുള്ള സമയമാ. എന്നാ ഇറങ്ങട്ടെ മോളെ, പോട്ടെ. കാർത്തിയായനി ഇപ്പൊ വന്ന് അവളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ദിനേശ, ആ സാറെന്താ ഇവിടെ? നല്ല ചോദ്യം. ഞാൻ ജോലി ചെയ്യുന്ന ബാങ്ക് എവിടെയാ ദിനേശ? അയ്യോ സാർ ഈ ബാങ്കിലെന്ന് എനിക്കറിയില്ലായിരുന്നു. രേവതി ദിനേശിനെ വിളിക്കും മറ്റോ ചെയ്തോ? ഞാനന്ന് സാറിനോട് പറഞ്ഞതൊന്നും വിശ്വാസം വന്നിട്ടില്ലല്ലേ? ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞതാ. സാർ, ഞാൻ സാറിനെ വെറുതെ പൊട്ടം കളിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. ഇപ്പം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. സാർ എപ്പോഴും അർച്ചന എന്ന പ്രതീക്ഷയിലാണല്ലേ? എന്നാലത് വേണ്ട സാറേ. അർച്ചനയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ദിനേശിനോട് ഇതാരാ പറഞ്ഞത്? രേവതിയുടെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. ഞാനും അയാളും തമ്മിൽ അറിയും. എന്നുവെച്ച് രേവതിയുമായിട്ടുള്ള എൻ്റെ കണക്ഷനൊന്നും അയാൾക്ക് അറിയില്ല. അച്ഛനുമായിട്ട് നല്ല അടുപ്പം ഉണ്ടാക്കി വെക്കാൻ പണ്ട് അവളാ പറഞ്ഞത്. അവളാരാ മോള്? അർച്ചനയുടെ വിവാഹം കഴിഞ്ഞെന്ന് അയാൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതെ, അത് സത്യമാ സാറേ. കോയമ്പത്തൂരുള്ളൊരു ലോറി ഡ്രൈവറാണ് അവളെ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്നോട് അയാൾക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരിപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം. അവിടെ ഒരു കോവിൽ വെച്ചായിരുന്നു അർച്ചനയുടെ കല്യാണം. രേവതിയുടെ കല്യാണം ക്ഷണിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതല്പം ധൃതിയിലായി പോയത്ര. സാറിനത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സാർ, ഞാനൊരു തത്വജ്ഞാനം പറയാമെന്ന് സാർ വിചാരിക്കരുത്. അല്ല, അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറിന് വലിയ ജീവിതാനുഭവങ്ങളൊന്നുമില്ല. കാരണം സാറ് വളർന്ന സാഹചര്യം അങ്ങനെയാണ്. ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കയറി അങ്ങ് പ്രേമിച്ചു. അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിപ്പോയി സാറേ. സാറ് കാണിക്കുന്ന ഈ ആവേശമൊന്നും അവൾക്ക് കാണിക്കാൻ പറ്റില്ല. അവൾക്ക് കുറച്ച് വിവേകം ഉള്ളതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി. അവൾക്ക് ചേരുന്നൊരു ബന്ധം വന്നപ്പോൾ അവൾ അതിനെ സമ്മതിച്ചു. മറ്റൊരാളുടെ ഭാര്യയുമായി. സാറിപ്പോഴും ദിവാസ്വപ്നം കണ്ട് ജീവിക്കുന്നു. ഞാനൊരിക്കലും കളിയാക്കാൻ പറഞ്ഞതല്ല, പറഞ്ഞത് സത്യമാ. ഈ പ്രേമമെന്നൊക്കെ പറയുന്നതേ അത്രയേ ഉള്ളൂ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഗതിയാ. വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടും സാറിൻ്റെ കൂടെ അർച്ചന ഇറങ്ങി വരാൻ തയ്യാറായില്ല. ബാഗും തൂക്കി അവളുടെ അനിയത്തി പക്ഷെ എന്നോടൊപ്പം ഒളിച്ചോടാൻ വന്നു. അതും വീട്ടുകാരെ ചതച്ചിട്ട്. സാറൊന്ന് പറ, ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വെറുതെ നമ്മുടെ കുറേ സമയം കളയാമെന്ന് മാത്രം. നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കണം. സാറിന് വിധിച്ച പെണ്ണെ വേറെ എവിടെയുണ്ട് സാറേ? എന്നാ ഞാൻ പോട്ടെ. മമ്മി, ആരോ വന്നു. വാതിലൊന്ന് തുറക്കുമോളെ. ഈ മമ്മി ഒരു മടിച്ചിയാ. ഹായ്, ഇതാരാ ഇത്? സുന്ദരിക്കുട്ടി, ആന്റിക്ക് ഒരു ഉമ്മ വന്നേ. നീ അവിടെ താഴെ നിർത്ത്. ദേഹം മുഴുവൻ പൊടിയും വേർപ്പുവാ. മോള് പോയി കളിക്ക്. നിക്ക് നിക്ക് നിക്ക്. ആന്റി, എന്റെ സുന്ദരിക്കുട്ടിക്ക് എന്താ കൊണ്ടുവന്നേ നോക്കി. എന്താടി ഒന്ന് വിളിക്കാതൊരു വരവ്? മോളെ ഒന്ന് കാണണം തോന്നി പോന്നു. നിനക്കൊരു ചായ എടുക്കാം. വേണ്ടടി, നിന്റെ മനസ്സ് കലങ്ങിയിട്ടുണ്ട്. എന്താ നിരഞ്ജന? അത് പിന്നെ ഞാൻ ഇന്ന് സുധിയെ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ഷോപ്പിംഗ് മോളിൽ വെച്ചാ. എന്നെ കണ്ടിട്ടാണോ അല്ലയോന്ന് അറിയത്തില്ല. ഒഴിഞ്ഞു പോവാൻ നോക്കി. കണ്ടു കാണും, അല്ലെങ്കിൽ ആ ഒഴിഞ്ഞു മാറ്റം നിനക്ക് ഫീൽ ചെയ്യില്ല. അയാൾ അയാളുടെ വഴിക്ക് പോട്ടേടി, നീ അത് വിട്ടേക്ക്. കണ്ടിട്ട് കാണാത്ത മട്ടി പോവാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു.
അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അയാളുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടവളാണ് ഞാൻ. പരിചയക്കാരൻ എന്ന നിലയ്ക്ക് ഒരു കുശലം പറച്ചിൽ അത്രേ ഉണ്ടായുള്ളൂ. സുധി വരുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ണിത്താൻ സാർ ഇപ്പോഴും? ഇപ്പൊ പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നു. നിനക്കറിയാലോ, എന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട് വിവാഹം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ലേ എന്ന്. അപ്പൊ അച്ഛൻ്റെ കാര്യവും. എനിക്ക് വേണ്ടി ഒരുപാട് പ്രപ്പോസലുകൾ അച്ഛൻ്റെ അടുത്ത് വരുന്നത്. ഒരു മറുപടി പറയാൻ അച്ഛനും കഴിയാതെയായി. എന്തായാലും ഇനി ഒരാളെ നേരിടാൻ ഞാനില്ല. ഇപ്പം മനസ്സിൽ തോന്നുന്നത് മറ്റൊന്നാ. എന്ത്? തനിച്ച് ജീവിച്ചു തീർക്കാൻ എന്തായാലും കഴിയില്ല. എനിക്കൊരു കൂട്ട് വേണം സ്നേഹേ. ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്താലോ? നിരഞ്ജന, അത് ഒരു പെൺകുഞ്ഞ്. അതാവുമ്പോ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. അവളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച് വിവാഹം ചെയ്തയക്കണം. ഒന്ന് പ്രസവിക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യമല്ലേ അത്. ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം നീ എടുക്കരുത്. അതിനൊക്കെ സമയമുണ്ട്, നമുക്ക് ആലോചിക്കാം. അധികം പ്രായമുള്ള കുഞ്ഞൊന്നും വേണ്ട. ഏറിയ 1 or 2 വയസ്സ്. ഓർമ്മ വയ്ക്കുന്നത് മുതൽ അവൾ കാണേണ്ടത് എൻ്റെ മുഖമായിരിക്കണം. അമ്മാന്ന് എന്നെ മാത്രമേ വിളിക്കാവൂ. നീ ഇതൊന്ന് നിർത്തൂ. വരട്ടെ, നീ പറയുമ്പോലെ സമയമുണ്ടല്ലോ. അതുവരെ എനിക്ക് കൊഞ്ചിക്കാൻ ഇവളില്ലേ? ആന്റി, മോക്കൊരു പുതിയ കളി പഠിപ്പിച്ചു തരാട്ടോ. അതെന്ത് കളിയാ ആന്റി? അതൊരു പുതിയ കളിയാ. വാ, ആന്റി പറഞ്ഞു തരാട്ടോ. അച്ചുവേച്ചി, ഞാൻ പഠിക്കാൻ പോയപ്പോ ഇവിടെ ആരാ വന്നത്? ആ കള്ളുവെച്ചടക്കാരി കാർത്തികേയനെയല്ലേ? എന്നിട്ട് ചേച്ചി അതിനോട് പറഞ്ഞില്ലല്ലോ. സത്യമായി ഞാനത് ഓർത്തില്ല മോളെ. കമ്പ്യൂട്ടർ സെന്ററിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തില് ഞാനത് മറന്നു. ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാ ഞാനത് അറിയുന്നത്. ആ സ്ത്രീക്ക് എന്തിനാ ചേച്ചിയുടെ ഫോട്ടോ? അയാളുടെ അമ്മയെ കാണിക്കാനാണെന്നാ പറഞ്ഞത്. ആ സ്ത്രീയുടെ മുമ്പിൽ ചെന്ന് പോസ് ചെയ്ത് നിൽക്കാൻ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അതിന് സമ്മതിക്കില്ലായിരുന്നു. കുഞ്ഞമ്മയും രേവതി നിർബന്ധിച്ച ഞാൻ എന്ത് ചെയ്യും മോളെ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെന്ന് നിൽക്കേണ്ടി വന്നേനെ. അപ്പോ ചേച്ചി ആ കല്യാണത്തിന് സമ്മതിച്ചോ? ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ചേച്ചി കാര്യം. ഞാൻ പോയേക്കാം. Yeah.